ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വൺ ഡേ ട്രിപ്പിന് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കേട്ടോ. ഞാനിവിടെ ദുബായിൽ വന്ന ശേഷം പിറ്റത്തെ ആഴ്ച പോയിട്ടുണ്ടായിരുന്നതാണ്. ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുജൈറയിലാണ്. നമ്മുടെ ദുബായിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ യാത്രേൻ്റെ അടുത്തുണ്ട്. എന്താണേലും പോകുന്ന വഴിക്ക് തന്നെയാണ് നമുക്ക് ഹത്ത, പിന്നെ ഷീർ പാർക്ക്, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങളൊരു 2 ദിവസത്തെ ട്രിപ്പ് എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെയും കൂടെ കയറി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുജൈറയിലാണ്. നമ്മൾ ഒരു വില്ല മൊത്തമായിട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കുറേ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ഡേ ട്രിപ്പ് എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ്. ഇതൊരു വൺ ഡേ എന്നുള്ള രീതി, അതായത് ഒരു ദിവസം ഇന്നിപ്പോൾ 3 മണിക്ക് കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം 12 മണി വരെ, അങ്ങനെയാണ് ഇവിടുത്തെ ടൈമിങ്. അപ്പോൾ ആ ഒരു വില്ല ഫുള്ള് നമുക്ക് ഒഴിവാക്കി തന്നിട്ടുണ്ടാവും അവർ. അപ്പം നമ്മൾ തന്നെ ഫുഡ്, കിടക്കാൻ, സ്വിമ്മിങ് പൂള്, പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലം, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതിനകത്ത്. പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വേറൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറി ശ്രദ്ധിക്കുകയൊന്നും വേണ്ട. പിള്ളേർ ആ കളിക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാവും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്വിമ്മിങ് പൂള്. അപ്പോൾ അതൊന്ന് കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ കാണുന്നതാണ് അതിൻ്റെ വില്ലേൻ്റെ ഉള്ളിലുള്ള സ്ഥലം. 2 റൂമും 2 വലിയ റൂമും പിന്നെ ഒരു വലിയ ഹാളുമാണ് ഉണ്ടാവുക കേട്ടോ. അപ്പം 20 പേർക്കോളം നമുക്ക് അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. 2 ബാത്റൂമും ഉണ്ട്. ഒരു റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നത്തെ മറ്റേ റൂമിന് പുറത്തുള്ളൊരു എല്ലാവർക്കും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ബാത്റൂമാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി, അതായത് ലേഡീസും കുട്ടികളെല്ലാം ബെഡുകളിൽ കിടന്നിട്ടുണ്ടായി. പിന്നെ ജെൻസ് അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ആ നടുക്കത്തെ മുറിയിൽ ഒരു വലിയൊരു ഹാള് കണ്ടില്ലേ, അവിടെയാണ് കിടന്നിട്ടുണ്ടാവുക. അപ്പോൾ അവർ പുതപ്പ്, പിന്നെ ബാത്ത് ടവല്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബെഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മടക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരമില്ലേ, അതേപോലത്തെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നൈറ്റ് വ്യൂ. നമ്മൾ ജസ്റ്റ് ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചിക്കനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതേപോലെ ഫുഡാക്കി കഴിക്കാം. ഇനിയിപ്പം ആക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഇവിടുന്ന് അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്. അവിടെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. നമ്മൾ ഇവിടുന്ന് പോയ സമയത്ത് അവിടുന്ന് ഉച്ചയ്ക്ക് നമ്മൾ ചെന്ന സമയത്ത് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് രാത്രിക്കത്തെ ഫുഡ് ഈ പറഞ്ഞ മാതിരി കുറച്ച് നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തു, ഗ്രില്ലൊക്കെ ചെയ്തു, പിന്നെ കുറച്ച് മേടിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് ഉണ്ടാക്കാനുള്ള ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പുറത്ത് തന്നെ ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കിച്ചണ്, പാത്രങ്ങൾ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അവിടെ ഔട്ട് സൈഡ് ആ കിച്ചണിൻ്റെ അവിടെ കിച്ചണിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനാണെങ്കിൽ അതിനും ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അവിടെ. അപ്പം നമ്മൾ എന്താണെങ്കിലും അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലമാണ്. നമുക്ക് പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടന് എന്താ പറയുക, ബർത്ത്ഡേ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനും 12 മണി ഏകദേശം ആയ സമയത്ത് കേക്ക് കട്ടിങ്ങും അങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പാട്ട്, ഡാൻസ് എന്ന് വേണ്ട, എന്താ പറയുക, അടിച്ച് പൊളിക്കാൻ പറ്റിയ എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു അവിടെ. ഒരു ദിവസം എങ്ങനെയാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പിള്ളേരും കുട്ടികളും വലിയവരും പാട്ടും ഡാൻസും എല്ലാ പരിപാടിയായിട്ട്. ഇതിപ്പോൾ നൈറ്റത്തെ പരിപാടിയാണ്. നൈറ്റ് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം കിടക്കാൻ എനിക്ക് തോന്നുന്നു ലേഡീസ് കിടക്കാൻ തന്നെ 10-12 മണി കഴിഞ്ഞിട്ടുണ്ട്. പിള്ളേരെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒത്തിരി സമയം നിൽക്കാൻ പറ്റില്ലല്ലോ. ജെൻസ് പിന്നെ എപ്പോഴാണോ പോയെന്ന്, കിടന്നിക്കാൻ പോയെന്ന്, അവരെപ്പോഴാണ് എണീറ്റേന്നുള്ളത് നമുക്കറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി സ്ഥലമാണ്. എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. പിന്നെ ആർക്കെങ്കിലും ഇവരുടെ അഡ്രസ് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, പോയി ചെക്ക് ചെയ്തോ കേട്ടോ.